അധ്യാപികയുടെ സാമ്പത്തിക തട്ടിപ്പ് സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന VC CT അരവിന്ദകുമാർ തട്ടിപ്പ് നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ രശ്മിക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും VC പറഞ്ഞു. സഹാധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് മുങ്ങിയ രശ്മി നിലവിൽ സസ്പെൻഷനിലാണ്. ബയോസയൻസിലെ അധ്യാപിക പ്രൊഫസർ രശ്മിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് യൂണിവേഴ്സിറ്റിക്ക് കളങ്കമായെന്ന് വൈസ് ചാൻസലർ സമ്മതിക്കുന്നു. ഇത്തരം മോശം പ്രവൃത്തി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും VC പ്രതികരിച്ചു. ഇൻ എ വേ യെസ്, കാരണം അങ്ങനൊരു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരരുതല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതായി. പക്ഷേ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് സർവകലാശാല പ്രൊഫസർ രശ്മിക്ക് മെമ്മോ ഓഫ് ചാർജ് നൽകിയിരുന്നു. തുടർന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി ഹിയറിംഗ് നടത്തി തുടർ നടപടികൾ കൈക്കൊള്ളും. യൂണിവേഴ്സിറ്റി ആക്ട്, സ്റ്റാറ്റ്യൂട്ട് എന്നിവയ്ക്ക് പുറമെ കേരള സർവീസ് റൂൾ എന്നിവ പ്രകാരമായിരിക്കും നടപടി. സഹ അധ്യാപകരെ ജാമ്യം നിർത്തി 60 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു മുങ്ങിയ അധ്യാപികയെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. 2016 മുതൽ 22 വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ്. മീഡിയ 1, കോട്ടയം.